എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്ത് സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് റെക്കോർഡ് തുകയ്ക്കാണ് 2024 IPL വേണ്ടി സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ മുംബൈ ടീമിന് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഹാർദിക്കിനെ 100 കോടി കൊടുത്ത് മുംബൈ ടീമിൽ എത്തിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ ഒരു വാർത്ത പാൻ ഇന്ത്യൻ ലെവൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഇപ്പോഴിതാ BCCI ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. BCCIയോട് മുംബൈ ടീം പറഞ്ഞിരിക്കുന്നത് 15 കോടി കൊടുത്താണ് പാണ്ഡ്യയെ ടീമിൽ എത്തിച്ചത് എന്നാണ്. പക്ഷേ അംബാനി പാണ്ഡ്യയ്ക്ക് വേണ്ടി 100 കോടി മുടക്കിയിട്ടുണ്ട്. മുംബൈ മാനേജ്മെന്റും ഗുജറാത്തും തമ്മിലുള്ള ധാരണയിലാണ് ഇത്രയും വലിയ തുകയ്ക്ക് പാണ്ഡ്യയെ മുംബൈയിലെത്തിച്ചത്. മുംബൈ BCCIയുടെ റൂൾ 4 ലംഘിച്ചതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന IPLൽ മുംബൈ ടീമിന് ബാൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇത് മുംബൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാജനകമായ വാർത്തയാണ്. പാണ്ഡ്യയെ മുംബൈ 100 കോടി മുടക്കിയാണ് ടീമിൽ എത്തിച്ചത് എങ്കിൽ BCCI ഉറപ്പായും മുംബൈക്ക് ബാൻ കൊടുക്കും. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി താരമായ സഞ്ജു വീണ്ടും ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചുവരാൻ പോവുകയാണ്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടി വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ സഞ്ജുവിനെ വീണ്ടും BCCI ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകൾ അവസാനിച്ചാൽ ഇന്ത്യ പിന്നീട് കളിക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ എതിരെ 3 T20 മത്സരങ്ങളാണ്. അതിനുവേണ്ടിയുള്ള സ്ക്വാഡിനെ അടുത്താഴ്ച തന്നെ BCCI പ്രഖ്യാപിക്കും. ഈ ഒരു സീരീസിൽ സഞ്ജുവും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചിലപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവാനും സാധ്യതയുണ്ട്. ഈ ഒരു സീരീസിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിലും താരത്തിന് അവസരം ലഭിക്കും. സീനിയർ താരങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 പരമ്പരകളിൽ സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആകണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.